ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ റംബൂട്ടാനായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പോൾ നാട്ടിൽ റംബൂട്ടാൻ സീസൺ ആണല്ലോ. നാട്ടിൽ ഈ റംബൂട്ടാൻ മരം ആദ്യമായിട്ട് പൂത്ത സമയത്ത് നിറച്ചും റംബൂട്ടാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ലോണം കുറഞ്ഞു പോയി. അപ്പോൾ ഗായ്സ്, വെൽക്കം ടു കിയാൻ മാമ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉമ്മാൻ്റെ മോരുകറി റെസിപ്പിയാണ്. മോരുകറി ഇഷ്ടമില്ലാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. അതിനായിട്ട് വേണ്ടത് 1.5 മുറി തേങ്ങ ചിരവിയത്, 2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് കുറച്ച് എരിയുള്ള പച്ചമുളകാണ്, 4 പച്ചമുളകും, 5 അല്ലി ചെറിയുള്ളിയും, 4 അല്ലി വെളുത്തുള്ളിയും. പിന്നെ വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ്. തൈരും ഇപ്പം ഞാൻ പ്ലേറ്റിൽ കാണിച്ച എല്ലാ ഐറ്റംസും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് ഇതുപോലെ തരിയില്ലാതെ അരച്ചെടുക്കുക. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇത് മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും മിക്സ് ആണ് കേട്ടോ. അതൊരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഈ തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഇപ്പോൾ ഓണാക്കണ്ട കേട്ടോ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയുള്ള മിക്സും തൈരും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കൈ വിടാണ്ട് ഇളക്കുന്നതാണ് നല്ലത്. അപ്പം ഈ മോരുകറി പിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കുക. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെയും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ മോരുകറി മെല്ലെ പൊട്ടി വരുന്നുണ്ട്. അപ്പം തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മളെ മോരുകറി റെഡി. ഇനി ജസ്റ്റ് താളിക്കാനുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഉണക്കമുളക് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിൽ അത് മോരുകറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കിടിലൻ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന മോരുകറി റെഡി. ഓരോരുത്തരും ഓരോ പോലെ ആയിരിക്കും കേട്ടോ ഈ മോരുകറി ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ടൈപ്പിലാണ് ഉണ്ടാക്കാറ്. അപ്പം ഈ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ കറിയൊന്നും അങ്ങനെ ആക്കില്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ആക്കാൻ വേണ്ടി. പിന്നെ കല്യാണത്തിന് ശേഷം കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. മോരുകറി ഉണ്ടാക്കാൻ അറിയാത്തവർ കുറവായിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി. നല്ല മോരുകറിയും ചോറും വാഴക്കുപ്പേരിയും നത്തല പൊരിച്ചതും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.